നാട്ടിൽ മുഴുവൻ എൻ്റെ സംശയരോഗം പാട്ടായി. മാമ്പ്ര ഓട്ടോ സ്റ്റാൻഡില് തൊഴിലുറപ്പ് നടത്തുന്ന ചേച്ചിമാരുടെ ഇടയിൽ. പിന്നെ ഒന്നും പറയണ്ട, നാട്ടിൽ മുഴുവൻ എൻ്റെ പേര് ഭർത്താവിന് സംശയരോഗിയെന്നായി. എന്താ സുനിത, അവര് കള്ളു കുടിച്ചാലും വേറെ പ്രശ്നമൊന്നുമില്ല, കുടുംബം നോക്കല്ലേ? നീ കാരണം ഒരു കുടുംബജീവിതം ഇല്ലാണ്ടാക്കരുത്. ഇവൻ ഒറ്റ-ഒറ്റനായിട്ടാണ് 7ാം ക്ലാസ് മാത്രമുള്ള പെണ്ണിനെ കെട്ടാനായത്. അങ്ങനെയൊന്നുമില്ല, ബസ്സുകാരാണെന്ന് എന്നെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് വീട്ടുകാരെ വിളിച്ചോണ്ട് വന്നതാ. പിന്നെ നിന്റെ സൗന്ദര്യം കണ്ടിട്ടല്ല അവൻ മയങ്ങിയത്. മതി, എല്ലാവരും അവിടെ ബക്കിട്ടരുത്. ഞാൻ സഹിച്ചോളാം. ഇവക്ക് പറ്റുന്ന ഒരു ഡോക്ടറെ അടുത്ത് വരട്ടെ. സുനിതയ്ക്ക് ഈ ഫോണിൽ നിന്ന് ഒരു മെസ്സേജ് അയക്കാൻ അറിയാവോ? അറിയില്ല സാറേ. എന്നാ ശരി, റിമോട്ട് വെച്ച് ചാനൽ മാറ്റാൻ അറിയാവോ? അറിയാം. 90 സൂര്യ TV, 92 വെച്ച് ഏഷ്യാനെറ്റ്, 96 ഫ്ലവേഴ്സ്. 100 എന്താണെന്നറിയോ? അതറിയില്ല. ഈ സുനിത എന്താണ് 6ാം ക്ലാസ്സിൽ പഠിപ്പ് നിർത്തിയത്? ഞങ്ങളൊരു വാടക വീട്ടിലാണ് സാറേ താമസിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ അമ്മ മരിച്ചുപോയി. ഞാനും അച്ഛനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അച്ഛന് താറാവിനെ നോക്കണ പണിയാണേ. അപ്പം ഒരു 6ാം ക്ലാസ് വരെയൊക്കെ പഠിപ്പിച്ചു പറ്റാവുന്ന പോലെ. പിന്നെ കഷ്ടപ്പാടൊക്കെ ഉണ്ട്, ഞാൻ തന്നെ നിർത്തി. അപ്പുറത്തെ വീട്ടുകാർ ഗൾഫിൽ പോയപ്പോൾ അവരുടെ തയ്യൽ മെഷീൻ എനിക്ക് തന്നു. അന്ന് ഞാൻ അവിടെ തയ്ക്കാനൊക്കെ പോകാറുണ്ട്, അവിടുത്തെ ചേച്ചിനെ സഹായിക്കാൻ. പിന്നെ അങ്ങനെ തയ്യലായി. പിന്നെ പഠിക്കാനൊന്നും പറ്റിയില്ല. ഞാൻ ഈ തരുന്ന മരുന്നുകളൊക്കെ റെഗുലറായിട്ട് കഴിക്കണം, അപ്പോൾ അത് മാറിക്കോളും. സുനിത ഒന്നും കൊണ്ടും വിഷമിക്കണ്ട. പീതാംബരൻ ആരുമായിട്ടും ബന്ധമില്ല. സുനിത പറയുന്ന പോലെ അങ്ങനെ ഒരു പെണ്ണ് ഇല്ല, മനസ്സിലായില്ലേ? അതെ, ഡോക്ടർ വരെ പറഞ്ഞു ചേച്ചിക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന്. അപ്പോ ഇതൊക്കെ ചേച്ചിയുടെ തോന്നലാണെങ്കിലോ? അങ്ങനെയാണെങ്കിലോ? അതിനാണ് ഞാൻ എന്നെ ഒന്ന് സഹായിക്കാനെന്ന് പറഞ്ഞ ഒരാളെ തപ്പിക്കൊണ്ട് നടന്നേ. ഈ നാട്ടിൽ നിന്ന് ഒരാളും എന്നെ സഹായിക്കില്ല. ഇൻസ്പെക്ടർ കണ്ടപ്പോ എന്നെ സഹായിക്കാൻ സാധ്യതയുള്ള ഒരാളാന്ന് എനിക്ക് തോന്നി. അങ്ങനെ ബോധ്യപ്പെട്ടതുകൊണ്ടാ അന്ന് ഞാൻ ആ ആടയുടെ ഇടയിൽ കത്ത് വെച്ച് തന്നു. ഞാൻ എങ്ങനെ സഹായിക്കുമെന്നാ പറയണേ? തലേന്ന് ചേട്ടൻ പണിക്കിടുന്ന മുണ്ടും ഷർട്ടും മടക്കി വെക്കണേന്റെ കൂട്ടത്തില് വേറൊരു പാന്റ് ഷർട്ടും കൂടി തേച്ച് വെച്ചാ അതിന്റെ അർത്ഥം പുള്ളി പിറ്റേ ദിവസം പണിക്കല്ല പോണേന്നാ. ഞാൻ അപ്പൊ വിളിച്ചു പറയാം. അപ്പൊ ഒന്ന് പുറകെ പോയാ മതി. ചേട്ടൻ രാവിലെ പണിക്ക് പോണേ 8 മണിക്കല്ലേ? അതെ. അപ്പൊ ഞാൻ ഇത്രയും ദൂരം അവിടെ നിന്ന് 6:00 ഇറങ്ങിയാലേ ഇവിടെ 8 മണിക്ക് എത്തുള്ളൂ. ഞാൻ കാല് പിടിക്കാം. എങ്ങനെയെങ്കിലും ഒന്ന് കുറച്ചു ദിവസം. നടക്കണ കാര്യല്ലേ ചേച്ചി? അതോടുകൂടി എൻ്റെ ഈ സംശയരോഗം മാറിയാലോ? ഒന്നില്ലെങ്കിലും ഒരു കുടുംബം രക്ഷപ്പെടുന്ന കാര്യല്ലേ? വേറെ ആരും എന്നെ സഹായിക്കാനില്ലാത്തോണ്ടാ. ഞാനൊന്ന് ആലോചിക്കട്ടെ. ഇനിയൊരു കാര്യം കൂടിയുണ്ട്. ഇനിയുണ്ട്? അതെ, എന്റെ ഫോൺ എപ്പോഴും എടുത്ത് നോക്കും. അപ്പൊ അറിയാണ്ട് എങ്ങനെ ഇൻസ്പെക്ടറുടെ നമ്പർ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് മതി. അതുകൊണ്ട് അങ്ങേര് ഷർട്ട് തേച്ച് കഴിഞ്ഞാൽ ആ കാര്യം എനിക്ക് ഇൻസ്പെക്ടറിന്റെ അടുത്ത് പറയാൻ വേണ്ടി ഒരു ഫോണ് വേണം. ഒരു 2 ദിവസത്തേക്ക് മതി. പിന്നെ ഫോൺ തരുമ്പോ ഇതുപോലത്തെ ഒരു ഫോൺ മതി കേട്ടാ. എനിക്ക് വിളിക്കാനും എടുക്കാനും മാത്രം അറിയുള്ളൂ. അയ്യോ, അളവെടുക്കാൻ മറന്നൂലോ. അതെ, പിന്നെ നാളെ വരുമ്പേ ചുരിദാറിന്റെ തുണി തയ്ക്കാൻ കൊണ്ടിരുന്നു എന്നുള്ള പോലെ തന്നാ മതി കേട്ടാ ഫോണ്. അപ്പൊ അതാവുമ്പോ ശീല ചേച്ചിക്ക് പ്രശ്നമില്ലല്ലോ. ചുരിദാറിന്റെ തുണി മേടിക്കാൻ ഞാൻ കാശ് തരട്ടെ? അയ്യോ വേണ്ട, ഡോക്ടർ ഒന്ന് മരുന്ന് കഴിച്ചു തുടങ്ങിയ. അത് ഞാൻ അപ്പൊ തന്നെ അപ്പുറത്ത് തൊട്ടിക്കൊണ്ട് കളഞ്ഞു. അപ്പൊ സൊല്യൂഷൻ ഇല്ലാത്ത പ്രോബ്ലത്തിന് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? ഒരു മിനിറ്റ്. എന്താടി നിന്റെ ഒരു ബേസ് മോഡൽ ഫോൺ എടുത്തൊന്നുമില്ല, ഒന്ന് പോയേ. എന്താടി? ഒരാവശ്യത്തിന്. ഇല്ലടി ഇല്ല. ഡി കോൺസ്പിയുടെ കയ്യിൽ കാണും. 5G വന്ന് റേഡിയേഷൻ കൂടി വാക്സിൻ എടുത്തവർ കൊല്ലപ്പെടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് ഒരു ബേസ് മോഡൽ ഫോൺ വേണമെന്ന് പറഞ്ഞിരുന്നു. അവളുടെ കയ്യിൽ ഉറപ്പായിട്ട് കാണും. എന്തിനാടി നിനക്ക് ബേസ് മോഡൽ ഫോൺ? ഒന്നുമില്ല. ഡി അന്ന് പറഞ്ഞ മറ്റേ കാര്യം എന്തായി? ഏത് കാര്യം? പോളിസി. ഒന്ന് പോയേടി. ഇതാണ് ഐഫോൺ എന്നുവെച്ചാ? അതായത് എന്റെ ഫോൺ. കൊള്ളാടി. 5G വരും തിരിച്ചറിഞ്ഞ ആരെങ്കിലും ഒരാളെങ്കിലും ഉണ്ടല്ലോ. വെരി ഗുഡ്. ബേസ് മോഡലാ. ഇത് ഞെക്കിയ കോള് പോവും, ഇത് ഞെക്കിയ കട്ടാവും. 600 രൂപയുള്ളൂ. ബംഗാളി ബസാറിൽ നിന്ന് വാങ്ങിയതാ. നീ എടുത്തോ. സിം എൻ്റെ കയ്യിൽ വേറെ ഉണ്ട്, ഞാൻ അതിട്ടോളാം. ശരി. ഹെൽത്ത് ഇൻസ്പെക്ടർ എന്നാണ് ചുരിദാറിന്റെ തുണിയാന്ന് തോന്നുന്നു. ചേച്ചി, ഫോൺ അകത്തുണ്ട്. ഇടത്തേക്കിയ കോള് പോവും, വലത്തേക്കിയ കട്ടാവും. നീ ഇതിനാണോ എന്റെ ഫോൺ കൊണ്ടുപോയേ? ഇതറിഞ്ഞായിരുന്നു ഞാൻ എന്റെ ഫോൺ തരത്തില്ലായിരുന്നു. എടി, ഒന്നുമില്ലെങ്കിൽ അവർക്ക് മര്യാദയ്ക്ക് ഫോൺ യൂസ് ചെയ്യാൻ പോലും അറിയത്തില്ല. എങ്ങാനും അവരുടെ കെട്ടിയവനിടയ്ക്ക് ആ ഫോൺ എടുത്ത് നോക്കിയാലോ? അതെ,
നിന്റെ സിം അതിനകത്തുള്ളത് എന്റെ ഫോണും. ഓ എനിക്കെന്തോ അപ്പത്താവേശത്തിന് അങ്ങനെ ചെയ്യാനാ തോന്നിയത്. ഞാൻ ഏതായാലും ഈ സുനിതനെ സഹായിക്കാൻ തീരുമാനിച്ചു. ഈ സുനിതയുടെ കാര്യം ചോദിക്കാൻ കാരണം എന്താണ്? അതൊന്നും ഇല്ല സാർ, എന്റെ ഫ്രണ്ട് ആക്ച്വലി അവരുടെ വീടിനടുത്താ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് അവരുടെ ഹസ്ബൻഡിന് സംശയമാണെന്നോ ഹെൽപ്പ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് അവളെ അപ്രോച്ച് ചെയ്തിരുന്നു. അതാ ഞാൻ സാറിന്റെ അടുത്ത് ചോദിച്ചത്. ഓ അത് സംശയിക്കണ്ട, അതൊരു വട്ട് കേസാ. അത് വിട്ടേക്കാൻ പറ. അപ്പൊ മറക്കണ്ട, ഇവ ഒരു 15 വരെയെങ്കിലും ഓൺലൈൻ ക്ലാസ്സിന് കൊണ്ടുവന്നേക്കണം. എന്റെ സാറാ, അവര് കണ്ട സൈക്കാട്രിസ്റ്റ് അടിപൊളിയാടി, ഡോക്ടർ ജയസൂര്യ. സാറിനെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ തന്നെ എനിക്ക് പറ്റാത്തൊരു കേസ് ഞാൻ സാറിനെ റെഫർ ചെയ്ത് കൊടുത്തേ. ഇതാ ചേച്ചിയുടെ തോന്നലാവാനാ സാധ്യത. ചേട്ടന് കുറച്ച് രാഷ്ട്രീയത്തിൽ പിടിപാടും തല്ലുണ്ടെന്നാണ് അവള് പറഞ്ഞു കേട്ടത്. ഇനിയിപ്പൊ ചേച്ചി പറയുന്നത് കേട്ട് അവൾ അങ്ങേരെ ഫോളോ ചെയ്യുന്നതിന്റെ ഇടയില് പുള്ളി പിടിച്ചാലോ? റിസ്ക് ഇല്ലാന്ന് പറയാൻ പറ്റില്ല.